ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻസേർട്ട് സ്മാർട്ട് ആർട്ട്. ഓക്കെ, സോ നമുക്ക് ഇൻസേർട്ട് ടാബിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ്. ഓക്കെ, സോ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇത് പല റിപ്പോർട്ടിംഗ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. നമുക്ക് പല ലിസ്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, പ്രോസസ്സുകൾ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, സൈക്ലിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, മേ ബി ഇയേഴ്സ് ആയിരിക്കാം, മേ ബി മന്ത്സ് ആയിരിക്കാം, അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഹൈറാർക്കികൾ, മേ ബി ഫാമിലി റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ആയിരിക്കാം. നമുക്ക് പല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്. ഞാനിവിടെ ഒരു പ്രോസസ്സ് ഡിസ്പ്ലേ ചെയ്യാം. ഞാനിപ്പം കണ്ടിന്യൂസ് ബ്ലോക്ക് പ്രോസസ്സ് സെലക്ട് ചെയ്തു, ഓക്കെ അടിച്ചു. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ 2009 കൊടുത്തു, ദെൻ 2010 കൊടുത്തു, ദെൻ 2011 കൊടുത്തു. ഓക്കെ, സോ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഡിസൈൻ ആൻഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞ രണ്ട് ടാബ് ഇവിടെ ഓപ്പൺ ആയി വരുന്നുണ്ട്. ഡിസൈനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള കളേഴ്സുകൾ അതിന് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ 3D എഫക്ട്സുകളൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ദെൻ ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാൽ മാനുവലി നമുക്ക് ഓരോന്നിൻ്റെയും കളറുകളും ഫോണ്ടുകളും ഫോണ്ടിൻ്റെ സൈസും സ്റ്റൈലും ഒക്കെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സപ്പോസ് ഇവിടെ 3 വർഷത്തെ ഡേറ്റയാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. 3 വർഷം, 2009, 2010, 2011. സപ്പോസ് എനിക്ക് 2008ഉം 2012ഉം ആഡ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ 2008, 2009 തൊട്ട് മുൻപിൽ വേണം. സോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡിസൈനിൽ ചെന്നു, ദെൻ ആഡ് ഷേപ്പ് ബിഫോർ. സോ ദെൻ 2008, ദെൻ 2010 കഴിഞ്ഞിട്ട് 11 കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആഫ്റ്റർ. So you can add 2012. Okay, so ഞാൻ അടുത്ത ഒരു സ്മാർട്ട് ആർട്ട് ആഡ് ചെയ്യാണ്. ഇൻസേർട്ട് സ്മാർട്ട് ആർട്ട്. ഇത്തവണ ഞാൻ സൈക്കിൾ എടുക്കുകയാണ്. ഇവിടെയും നമുക്ക് അതേപോലെ തന്നെയാണ്, പല കളേഴ്സുകൾ നമുക്കിവിടെ കൊടുക്കാം. ദെൻ അതിൻ്റെ 3D എഫക്ട്സുകൾ കൊടുക്കാം. ദെൻ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ഷേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആഡ് ഷേപ്പ് ആഫ്റ്റർ, ബിഫോർ, നമ്മൾ ഏതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുന്നിലും പിൻപിലുമായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ദെൻ അതിനകത്ത് ടെക്സ്റ്റുകൾ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് ലെഫ്റ്റ് സൈഡിലും എൻ്റർ ചെയ്യാം, റൈറ്റ് ഇവിടെ ഷേപ്പിൻ്റെ ഉള്ളിലും നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിവിടെ ജനുവരി കൊടുത്തു. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഓപ്ഷൻസ് ആയിട്ടുള്ള സ്മാർട്ട് ആർട്ട് ടൂൾസ് ആയിട്ടുള്ള ഡിസൈൻ ടാബും ഫോർമാറ്റ് ടാബും ഡിസ്പ്ലേ ആകുകയുള്ളൂ. ദെൻ അതുപോലെ തന്നെ ടെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിലും എൻ്റർ ചെയ്യാം, ഓർ ഈ ഷേപ്പിൻ്റെ ഉള്ളിലും നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് പലപ്പോഴും സ്റ്റുഡൻസിന് അസൈൻമെൻറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ആ കമ്പനിയുടെ പെർഫോമൻസ് കാണിക്കുമ്പോഴും സെയിൽസ് ഫിഗർ കാണിക്കുമ്പോഴും ഒക്കെ നമുക്ക് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.